നമസ്കാരം. ശോഭാ സുരേന്ദ്രൻ വി ഡി സതീശന്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. തിരിച്ചൊരു വെല്ലുവിളി എന്താണെന്നറിയാം. അതായത് പാലക്കാട് നഗരസഭയിൽ ഒരു കൗൺസിലറുടെയെങ്കിലും അംഗസംഖ്യ വർദ്ധിപ്പിക്കാൻ കോൺഗ്രസിന് കഴിയുമോ? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. തൻ്റെ ഇടമുണ്ടെങ്കിൽ എൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കൂ എന്ന് ശോഭാ സുരേന്ദ്രൻ വി ഡി സതീശനോട് ഉച്ചത്തിൽ പ്രഖ്യാപിക്കുന്നു. എങ്ങനെയുണ്ട് സംഭവം? ശോഭാ സുരേന്ദ്രൻ അത്രത്തോളം വലുതായോ എന്ന് നമ്മൾ ആരെങ്കിലുമൊക്കെ ചിന്തിക്കും. എന്നാൽ ശോഭാ സുരേന്ദ്രൻ പറയുന്ന മറ്റൊന്നുമല്ല. തൃശ്ശൂർ, തിരുവനന്തപുരം രണ്ട് കോർപ്പറേഷനുകളുണ്ട്. ഈ രണ്ട് കോർപ്പറേഷൻ്റെ തലപ്പത്തേക്ക് അല്ലെങ്കിൽ അവിടേക്ക് ഒരു ചെയർമാനെയോ ചെയർപേഴ്സണെയോ കൊണ്ടുവരിക എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രൻ ലക്ഷ്യം വയ്ക്കുന്നത്. അതായത് താഴെത്തട്ടിലുള്ള ശക്തമായ പ്രവർത്തനത്തിലൂടെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെയും തൃശ്ശൂർ കോർപ്പറേഷൻ്റെയും തലപ്പത്തേക്ക് രണ്ട് BJP-ക്കാരായ കൗൺസിലർമാരെ എത്തിക്കുക എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രൻ ലക്ഷ്യം വയ്ക്കുന്നത്. ഇത് രണ്ടിൻ്റെയും ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇനി ശോഭാ സുരേന്ദ്രൻ പറയുന്നൊരു കാര്യമുണ്ട്. 50% സംവരണമുണ്ട്. അപ്പോൾ സ്ത്രീകൾ നിരവധിയുണ്ട്. അപ്പോൾ അവരെയൊക്കെ കൂടി ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് അംഗങ്ങളുടെയും വാർഡ് കൗൺസിലർമാരുടെയും ചെയർപേഴ്സന്മാരുടെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും ഒക്കെ എണ്ണം BJP-യുടേതാക്കി മാറ്റി. എന്ന് വെച്ചാൽ ഇവിടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റിയുടെയും ഭരണം ഈ BJP-ക്കാർ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി 100% ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു. അതിനിടയിൽ കെ സുരേന്ദ്രനെ സ്ത്രീകൾ ആണ് വളർത്തിയത്, അതുകൊണ്ട് കെ സുരേന്ദ്രൻ അവർക്കെതിരെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് കെ സുരേന്ദ്രനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലൊക്കെ ഉള്ള ഒരു സംഭാഷണം ഇവരുടെ ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ള ഇത്രയേ ഉള്ളൂ. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളിനെ ഈ പറയുന്ന BJP-യുടെ സംസ്ഥാന നേതൃത്വം എത്രത്തോളം പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്? ശോഭാ സുരേന്ദ്രനെ ഒതുക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ഒതുക്കിയല്ലേ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്. ഈ പറയുന്ന പോലെ കെ സുരേന്ദ്രനെ തകർക്കാൻ വേണ്ടിയിട്ടല്ലേ കൊടകര കുഴൽപ്പണ കേസ് വീണ്ടും ഉയർന്നു വന്നത്? അവിടെ പോസ്റ്റർ കത്തിച്ചത് ശോഭാ സുരേന്ദ്രൻ്റെ അറിവോടുകൂടി അല്ല എന്ന് സമ്മതിക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിയുമോ? പിന്നെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? BJP-യിൽ നിലവിൽ ഗ്രൂപ്പിസം ഉണ്ട്. ഇന്ന് നടന്ന കോർ കമ്മിറ്റി യോഗത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം അതാണ്. MD രമേശ് ഉണ്ടായിരുന്നില്ലല്ലോ, PK കൃഷ്ണദാസ് ഉണ്ടായിരുന്നില്ലല്ലോ, ഇവരൊക്കെ എവിടെ പോയി? അപ്പം BJP-ക്കുള്ളിൽ തന്നെ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറെടുക്കുകയാണ്, ശക്തമായ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ BJP-ക്കുള്ളിൽ തന്നെ ഭിന്നത രൂക്ഷമാണ്. പാലക്കാട് തന്നെ ഒന്നാലോചിച്ച് നോക്കൂ. പാലക്കാട് വാർഡ് കൗൺസിലർമാരെല്ലാം കൂടെ ഒരുമിച്ച് പലായനം ചെയ്യാൻ അല്ലെങ്കിൽ കൂട്ടരാജിക്ക് ഒരുങ്ങുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. അപ്പം ഇങ്ങനത്തെ സാഹചര്യങ്ങൾ കൂടി പരിശോധിച്ചിട്ട് വേണ്ടേ ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിലുള്ള ചില വെല്ലുവിളികൾ നടത്താൻ? ഇവിടെ താഴേക്കിടയിൽ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് നടക്കുന്ന പ്രവർത്തകരെ കൂടി കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അവരെ പഞ്ചായത്ത് മെമ്പർമാരോ പ്രസിഡന്റുമാരോ ഒക്കെ ആക്കി തീർക്കാനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് താങ്കൾ എന്നല്ലേ പറയുന്നത്. എങ്ങനെ സാധിക്കും? വരാൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിക്കഴിയുമ്പോഴേക്ക് നിങ്ങൾ തമ്മിൽ വീണ്ടും തെറ്റലുണ്ടാവും. ഒരു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തന്നെ ഈ BJP-യുടെ പ്രവർത്തകരുടെ എല്ലാം തനിനിറം നമ്മൾ കണ്ടതാണ്. ശോഭാ സുരേന്ദ്രൻ്റെ തനിനിറം നമ്മൾ കണ്ടതാണ്. ഇവിടെ കെ സുരേന്ദ്രനെതിരായി തിരൂർ സതീഷ് ഒരു വാർത്ത പ്രചരിപ്പിച്ചപ്പോൾ, അല്ലെങ്കിൽ ഒരു വിവാദം ഉണ്ടാക്കിയപ്പോൾ ശോഭാ സുരേന്ദ്രൻ അന്ന് കുറ്റം പറഞ്ഞത് മാധ്യമങ്ങളെയാണ്. അല്ലാതെ ഈ പറയുന്ന പോലെ തിരൂർ സതീഷിനെതിരായിട്ടായിരുന്നില്ല പറഞ്ഞത്. മാധ്യമങ്ങളെയും ഇടതുപക്ഷത്തെയുമാണ് കുറ്റം പറഞ്ഞത്. എന്നിട്ടോ നിങ്ങൾക്കിടയിൽ BJP-ക്കാർക്കിടയിൽ ശോഭാ സുരേന്ദ്രനും ഈ പറയുന്ന കെ സുരേന്ദ്രനും തമ്മിൽ നല്ല ബന്ധത്തിലല്ല എന്നുള്ള വിവരം എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇനി അതിനെ തേച്ച് മായ്ച്ച് കളയാൻ എത്രത്തോളം വെള്ള പൂശിയിട്ടും കാര്യമൊന്നുമില്ല. ഇതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പോകുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി ജനങ്ങൾ മനസ്സിലാക്കിയ കാര്യമാണ്. പിന്നെ തൻ്റെ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന കെ സുരേന്ദ്രനാണെങ്കിൽ പോലും ഏതറ്റം വരെയും പോകും ശോഭാ സുരേന്ദ്രൻ എന്നുള്ള വിവരവും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. തനിക്ക് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി, തനിക്ക് സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടി, തനിക്കെതിരായി പ്രവർത്തിക്കുന്ന ആരെയും എന്തും വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു നേതാവായി ശോഭാ സുരേന്ദ്രൻ അധപ്പതിക്കുന്ന കാഴ്ചയും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്.
അപ്പോൾ അതുകൊണ്ട് പിന്നെ തന്നെയുമല്ല, ശോഭാ സുരേന്ദ്രൻ കോൺഗ്രസിലേക്ക് പോകുമെന്നുള്ള ചില പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. അതിനകത്തൊക്കെ എത്രത്തോളം വാസ്തവമുണ്ട് എന്നറിയില്ല എങ്കിൽ പോലും അത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. സുരേന്ദ്രൻ വിരോധം അധികമായി കഴിയുമ്പോൾ സുരേന്ദ്രനെ ഇപ്പോൾ കേന്ദ്ര നേതൃത്വം ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനോടുള്ള ആ എതിർപ്പ് മാറില്ല. കേന്ദ്ര നേതൃത്വം സുരേന്ദ്രനോട് തൽക്കാലം ആ സ്ഥാനത്ത് തന്നെ തുടരാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പം രാജി വേണ്ട, രാജ്യസന്നദ്ധ അറിയിച്ചപ്പോൾ ഇപ്പം തൽക്കാലം രാജി വേണ്ട എന്നുള്ളൊരു സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് രണ്ട് തട്ടുണ്ട് എന്നുള്ള കാര്യവും താൻ ഒരിക്കലും സംസ്ഥാന അധ്യക്ഷയാവാൻ അയോഗ്യ അല്ല എന്നുള്ള തരത്തിലുള്ള പരാമർശവും തിരൂർ സതീഷിന് പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു ഉപജാപക സംഘത്തിൽപ്പെട്ട ഒരാളുടെ നേതൃത്വം കൊടുക്കുന്നത് ശോഭാ സുരേന്ദ്രനാണെന്നും ഏറെക്കുറെ ജനങ്ങളുടെ ഉള്ളിലുണ്ട്. അങ്ങനെ ഒരു സംശയമുണ്ട്. അത്തരം സംശയങ്ങൾ ദൂരീകരിക്കാൻ ശോഭാ സുരേന്ദ്രൻ ഒന്നും ചെയ്തിട്ടുമില്ല. അതിനകത്ത് നാടടങ്കം മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്ന പോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുകയും തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കുകയും കേരളത്തിലെ ഒട്ടമിക്ക പഞ്ചായത്തുകളിലും BJPയുടെ ഭരണം വരികയും അതോടൊപ്പം തന്നെ ഒരു വാർഡ് മെമ്പർമാരുടെ എണ്ണം കൂട്ടുകയൊക്കെ ചെയ്യുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല. ഇതൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ല. ഇപ്പോൾ ഒരു BJPക്കാരൻ ഇപ്പോൾ എന്തുകൊണ്ടാണ് ചേലക്കരയിൽ ബാലകൃഷ്ണൻ അത്രയും വോട്ട് കിട്ടിയത്? തിരുവില്ലാമലക്കാരുടെ സ്നേഹം കൊണ്ട് മാത്രമാണ്. അല്ലാതെ അവിടെ പാർട്ടി എന്നുള്ള നിലയിൽ നോക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. അവിടെ തിരുവില്ലാമലക്കാർ കെ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ ഇഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ്. അപ്പോൾ അല്ല BJP എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരുമ കണ്ടിട്ടോ ഇവിടെ ഒരു സീറ്റ് പോലും നിയമസഭയെ കിട്ടാഞ്ഞിട്ട് പോലും തമ്മിലടിക്കുന്ന ഈ പാർട്ടിയെ ഇനി വരും കാലങ്ങളിൽ എങ്ങനെ വിശ്വസിക്കും? ഒടുവിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്ത് ജനങ്ങളെ മണ്ടന്മാരാക്കില്ലേ? നിങ്ങൾ മണ്ടന്മാരാക്കും, ഉറപ്പായിട്ടും അത്രയേ ഉള്ളൂ. ഇവിടുത്തെ സാധാരണ പ്രവർത്തകർക്ക് വേണ്ടി വാദിച്ചല്ലോ. ഏതെങ്കിലും ഒരു സാധാരണ പ്രവർത്തകനെ കൈപിടിച്ച് കൊണ്ടുവരാൻ ശോഭാ സുരേന്ദ്രൻ ശ്രമിച്ചിട്ടുണ്ടോ? ഒരു സാധാരണക്കാരനെ കൊണ്ടുവരാൻ, അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ? തനിക്ക് സംസ്ഥാന അധ്യക്ഷയാവണമെന്നുള്ളൊരു തോന്നലല്ലാതെ ഈ സുരേന്ദ്രൻ മാറിക്കഴിഞ്ഞാൽ മുരളീധരൻ അല്ലാതെ അതുമല്ലെങ്കിൽ മറ്റൊരാളല്ലാതെ ഏതെങ്കിലും കഴിവുള്ള ഒരു സാധാരണ താഴേക്കിടയിലുള്ള ഒരു പ്രവർത്തകൻ മുന്നിലേക്ക് വരണമെന്ന് എപ്പോഴെങ്കിലും ശോഭാ സുരേന്ദ്രൻ വാദിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഏതർത്ഥത്തിലാണ് പറയുന്നത്? സ്ത്രീകളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ചില ഗിമിക്സ് മാത്രമായിട്ടാണ് തോന്നുന്നത്. എന്തായിരുന്നാലും ഇനിയിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള ശക്തി കേരളത്തിലെ BJPക്ക് കിട്ടട്ടെ. ശോഭാ സുരേന്ദ്രൻ അതുവരേക്കും BJPയിൽ തന്നെ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു.